അർമാദിച്ചു കേട്ടോ. ലാലേട്ടന്റെ ഭൂതം കേറിയ പോലെ. ആൻഡ് ഓഫ് കോഴ്സ് അഞ്ജലിയുടെ ആ ഒരു ഷെല്ലും പൊട്ടിച്ചങ്ങോട്ട് കടന്നു. കാരണം ആ ഒരു നാണം അതൊക്കെ ഊക്കരനായിട്ട് പാടി. സിംഗിങ് ഉക്കരനായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് മാഷിന്റെ ഭയങ്കര ഇഷ്ടമായി. ഒരു ലൈൻ മാഷ് എല്ലാ ഇതിലും ഒരു ലൈൻ മറക്കും. അത് ട്രെയിൻ മാർക്കാണ്. അതെ, മാഷ് അങ്ങ് അത്ര ഫീലിംഗ് ആയിട്ട് പാടുക. എൻജോയ് ചെയ്തു അല്ലേ? ചെയ്തു. പക്ഷേ ഇല്ല, മുമ്പ് ചെയ്തിട്ടില്ല. അത് കിട്ടിയ ചാൻസ് പക്ഷെ കളഞ്ഞില്ല. ചേട്ടൻ സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോ കൊറേ പ്രാക്ടീസ് ചെയ്തു. പാവം നന്നായി ചെയ്തു. അതെ, ഉക്കരനായിരുന്നു കേട്ടോ. ഒരു നാച്ചുറൽ ആയിട്ട് അത് കറക്റ്റ് ആയിട്ട് ഭയങ്കര രസമായിരുന്നു കാണാൻ. അഞ്ജലിയുടെ അടുത്തുനിന്ന് ഞാനിപ്പോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും അഞ്ജലിയുടെ കാര്യത്തിൽ ഹൈലൈറ്റ് ആയത് ആ പാട്ടിൽ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻസ്. അതാ അത്രയും സെൻഷ്വലും ഇറോട്ടിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു സിംഗറിനെ പറ്റുള്ളൂ. പക്ഷെ അഞ്ജലി അത് ഭയങ്കര സ്റ്റൈലായിട്ട് അത് ചെയ്തു. ടു ഗുഡ്. പിന്നെ കുട്ടിക്കൃഷ്ണന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുട്ടിക്കൃഷ്ണൻ എന്താ കാണിച്ചു? ഇത് നമ്മുടെ കുട്ടിക്കൃഷ്ണൻ തന്നെയാണോ? അതെ. കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ. എനിക്ക് തോന്നുന്നു കുട്ടികൃഷ്ണൻ വളരെ ഡൈഹാർഡ് ലാലേട്ടൻ ഫാൻ ആണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഇത് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് കളിച്ചിട്ടുണ്ട് ഇത്. ഞാൻ കണ്ണാടി നോക്കിട്ട് ചെയ്തിരുന്നത്. അത് പറ, ഈ കുട്ടികൃഷ്ണൻ ഇനി ആ സ്കൂളിൽ കയറി പോകുമ്പോൾ അവസ്ഥ എന്തായിരിക്കും?